എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഫാമിലിയിൽ കഷണ്ടി ആണെങ്കിൽ, ആർക്കെങ്കിലും ഒരു കഷണ്ടി ഉണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫാദറിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മദറിൻ്റെ ഫാമിലിയിലോ ഒക്കെ കഷണ്ടി ഉണ്ടെങ്കിൽ, നിങ്ങൾ കഷണ്ടി ആവാനുള്ള ചാൻസ് കൂടുതലാണോ അല്ലെങ്കിൽ നിങ്ങൾ കഷണ്ടി ആവുമെന്നുള്ളത് ഉറപ്പാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫാമിലിയിൽ ഒരു കഷണ്ടി ഒരു എന്താ പറയുക, ഒരു ഹെറിഡിറ്ററി ആയിട്ട് തന്നെ കഷണ്ടി റൺ ചെയ്യുന്ന ഒരു ഫാമിലി ആണെങ്കിൽ നിങ്ങൾ കഷണ്ടി ആവാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ കഷണ്ടി ആവും എന്നല്ല. അതേപോലെ തന്നെ നിങ്ങൾ ഫാദറിനോ അല്ലെങ്കിൽ നിങ്ങളെ മദറിൻ്റെ ഫാമിലിയുള്ള അമ്മാവന്മാർക്കോ ആർക്കെങ്കിലും 30-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 25-ാമത്തെ വയസ്സിൽ യങ് ആയപ്പോഴേ കഷണ്ടി ആയി തുടങ്ങി എന്ന് വെച്ച് നിങ്ങൾ ആ ഒരു ടൈം ആവുമ്പോൾ കഷണ്ടി ആവണം എന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അതിന് എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ. നിങ്ങളും നിങ്ങളുടെ ബ്രദറും, നിങ്ങളുടെ ഫാദറിന് 2 മക്കൾ എന്ന് വിചാരിക്കും, നിങ്ങളും നിങ്ങളുടെ ബ്രദറും, നിങ്ങൾ 2 പേർക്കും ഫാദർ കഷണ്ടിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മേൻ്റെ ആങ്ങളമാർ കഷണ്ടിയാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ 2 പേർക്കും പ്രോബബിലിറ്റി ഓഫ് ബിക്കമിങ് ബാൽഡ് അല്ലെങ്കിൽ കഷണ്ടി ആവാനുള്ള ചാൻസ് 2 പേർക്കും ഈക്വലാണ്. ആവാം, പ്രോബബിളാണ്. പ്രോബബിൾ എന്ന് പറഞ്ഞാൽ ദ ലൈക്ലിഹുഡ് ഓഫ് എ ഇവൻറ്റ് ഹാപ്പനിങ്. മനസ്സിലായില്ലേ? പ്രോബബിലിറ്റി കൂടുതലാണ് നിങ്ങൾക്ക്. സാധാരണ കഷണ്ടി ഇല്ലാത്തൊരു ഫാമിലിയിലുള്ള പയ്യനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി പ്രോബബിലിറ്റി കൂടുതലാണ് എന്ന് അർത്ഥം. നേരെ മറിച്ച് നിങ്ങളെ ബ്രദർ നല്ല രീതിയിൽ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ആൾ നല്ല രീതിയിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തലയിൽ തേക്കാതെ ഹെയറൊക്കെ കെയർ ചെയ്ത് വെളിച്ചെണ്ണയും കാര്യങ്ങളും എല്ലാം അതിനനുസരിച്ചൊക്കെ ഉള്ളത് യൂസ് ചെയ്തും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിൽ തേക്കാതെയും എല്ലാം കൊണ്ടു നടന്ന് കറക്റ്റ് സ്ലീപ്പ്, കറക്റ്റ് സ്ട്രെസ് മാനേജ്മെൻറ്റ് എല്ലാം നടത്തി നിങ്ങളുടെ ബ്രദർ പോവുകയാണെന്ന് വിചാരിക്കും. നേരെ മറിച്ച് നിങ്ങൾ അൺഹൈജീൻ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ഫോളോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കക്കുറവുണ്ട്, നിങ്ങൾ ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത്, നിങ്ങൾ തലയിൽ അനാവശ്യമായിട്ട് കാര്യങ്ങളൊക്കെ തേക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, നേരത്തെ ഈക്വൽ പ്രോബബിലിറ്റി ആയിരുന്നു നിങ്ങൾക്കും നിങ്ങളുടെ ബ്രദറിനും ഉണ്ടായിരുന്നതാക്കി. നിങ്ങളെ ബ്രദർ ഈ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് അവൻ്റെ പ്രോബബിലിറ്റി കുറയും. അതായത് കഷണ്ടി ആവാനുള്ള പ്രോബബിലിറ്റി അവൻ്റെ കുറഞ്ഞു. നിങ്ങളുടെ പ്രോബബിലിറ്റി കഷണ്ടി ആവാനുള്ളത് നേരെ ഉയർന്നും ചെയ്തു. അതായത് നിങ്ങൾ വളരെ കൂടുതൽ പ്രോബബിളായി ഇത് കഷണ്ടി ആവാൻ. അപ്പോൾ ചിലപ്പോൾ 30-ാമത്തെ വയസ്സിൽ തന്നെ ആയിക്കൂടാം, മീൻസ് പറയാൻ പറ്റില്ല. കാരണം എത്രത്തോളം ആ ഒരു പ്രോബബിലിറ്റീനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ ആ പ്രോബബിലിറ്റി കൂട്ടാനുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കഷണ്ടി ആവും. നേരെ മറിച്ച് ആ പ്രോബബിലിറ്റി, നിങ്ങൾക്ക് ഫാദറിന് കഷണ്ടി ഉണ്ട് എന്നുള്ള പ്രോബബിലിറ്റി കുറയ്ക്കാനുള്ള മാക്സിമം നോക്കുമ്പോൾ നിങ്ങൾക്ക് കഷണ്ടി ഈവൻ ആയിക്കൊള്ളണം എന്ന് യാതൊരുവിധ നിർബന്ധമില്ല. ചിലപ്പോൾ കഷണ്ടി പോലും ആവില്ല എന്നും വരാം. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ഫാദറിന് കഷണ്ടിയാണെന്ന് വെച്ചിട്ട് കുട്ടികൾക്ക് കഷണ്ടി ആയിക്കൊള്ളണം കാണാത്തത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഇതുകൊണ്ട് തന്നെ ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബാഡ് പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ, യൂഷ്വലി ഈ ഫാദറിനും അവരുടെ ഫാമിലിയിലൊക്കെ കഷണ്ടി ഉള്ള ആളുകൾ അവരെ കുട്ടികൾക്ക് മുടി കൊഴിച്ചിൽ ചിലപ്പോൾ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇവർ അച്ഛനും അമ്മയൊക്കെ എന്താ പറയുക, ഇവൻ ഭയങ്കര ടെൻഷനായിട്ടുണ്ടാവും മുടി കൊഴിച്ചിലിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ ഇവരെന്താ പറയുക, ഒന്നുമില്ല, എന്തായാലും നിൻ്റെ ഫാദറിനും മുടി ഉണ്ടായിരുന്നില്ല, 30 വയസ്സാകുമ്പോഴേക്കും നിൻ്റെയും പോവും, അതിൻ്റെ ഭാഗമാണ്, അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനില്ല, നിങ്ങൾക്ക് ഡെസ്പാവും. നിങ്ങളും പിന്നെ കാലക്രമേണ ഹെയറിനെ പറ്റി കെയർ ചെയ്യാതെ അവസാനം പറഞ്ഞ പോലെ തന്നെ 30-ാം വയസ്സിൽ ചിലപ്പോൾ കൊഴിഞ്ഞു പോയി എന്ന് വരും. അത് വളരെ വലിയൊരു തെറ്റായ പ്രവണതയാണ്. കാരണം എന്താ വെച്ചാൽ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു മുടി കൊഴിച്ചിൽ, സാധാരണ രീതിയിൽ മുടി കൊഴിച്ചിൽ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചാടിക്കയറി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളൊരു മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഒരു 3 ആഴ്ച വെയിറ്റ് ചെയ്യുക. മുടി അപ്പോഴും കൊഴിച്ചിൽ കണ്ടിന്യൂസ്ലായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതും കൊഴിച്ചിൽ എങ്ങനത്തെ കൊഴിച്ചിലറിയോ, നിങ്ങൾ ജസ്റ്റ് ചീർപ്പ് വെച്ച് ചീകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തല തോർത്തുമ്പോൾ അപ്പം കാണുന്ന മുടീനെ നമ്മൾ കൊഴിച്ചിലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കൊഴിച്ചിൽ എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നിങ്ങൾ രാവിലെ എണീച്ച്
തലയണേൻ്റെ മുകളിൽ നോക്കുമ്പോൾ അവിടെ കുറച്ച് മുടി കാണുന്നു. അതേ അല്ലെങ്കിൽ നിങ്ങളൊരു കസാലയിൽ ഇരിക്കുകയാണ്, നിങ്ങൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീച്ച് പോകുമ്പോൾ അതിൻ്റെ ചുറ്റും കുറച്ച് മുടികൾ കാണുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് തലയിൽ കൂടി ഇങ്ങനെ വാരിയാൽ തന്നെ മുടി കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതൊക്കെയാണ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ. അല്ലാതെ ജസ്റ്റ് നിങ്ങൾ കുറച്ച് കോംബ് ചെയ്തു അല്ലെങ്കിൽ തല ഓർത്തിയെന്ന് വെച്ചിട്ട് കുറച്ച് മുടി കിട്ടിയോണ്ട് ടെൻഷൻ അടിക്കേണ്ട, യാതൊന്നും ചെയ്യാൻ നിൽക്കേണ്ട. തലയിൽ വെറുതെ ഓരോന്നും അനാവശ്യമായിട്ടുള്ള യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ പറയണത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലത്തെ കണ്ടീഷൻ, അതായത് തലെണ്ണയിലൊക്കെ മുടി കണ്ടു തുടങ്ങിയെന്നൊക്കെ, എന്നാൽ പോലും 3 ആഴ്ച വെയിറ്റ് ചെയ്യും. 3 ആഴ്ച ഒന്നും ചെയ്യേണ്ട. 3 ആഴ്ച കഴിഞ്ഞിട്ടും മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോളി ഹെയർ എ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്, അത് വെറും വൈറ്റമിനാണ്. ഫോളി ഹെയർ എ. ഫോളി ഹെയറിന് 3 ടൈപ്പ് ഉണ്ട്. ഫോളി ഹെയർ ഉണ്ട്, ഫോളി ഹെയർ എ ഉണ്ട്, ഫോളി ഹെയർ AM PM ഉണ്ട്. അത് മുടി കൊഴിച്ചിൽ അബ്രപ്റ്റായിട്ട് സ്റ്റോപ്പാക്കാൻ ഏറ്റവും നല്ലത് ഫോളി ഹെയർ എ ആണ്. ഫോളി ഹെയർ എ ഒരു മാസത്തേക്കുള്ള ഒരു ബോട്ടിലാണ് കിട്ടുക. ആ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ എല്ലാ ദിവസവും നൈറ്റ് ഒരെണ്ണം വെച്ച് ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. അങ്ങനെ 15-20 ഗുളിക കഴിയുമ്പോൾ ഏകദേശം ബോട്ടിൽ തീരാറാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ആവേണ്ടതാണ് ഇൻ നോർമൽ സെൻസ്. പക്ഷേ സ്റ്റോപ്പ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കാണിക്കുക. ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കഴിയുന്നതും ഡോക്ടറോട് ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. അതേപോലെ ഡോക്ടർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കഷണ്ടി ആവാത്തൊരാളെ കാര്യമാണ് കേട്ടോ. കഷണ്ടി ആയി തുടങ്ങിയിട്ടില്ല, ആവുന്നതിൻ്റെ ആ ഒരു പീക്ക് ടൈമിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഡോക്ടറെ കാണിക്കുന്നത് വയ്ക്കുക. ഡോക്ടർ അപ്പോൾ നിങ്ങൾക്ക് മരുന്നൊക്കെ എഴുതി, അപ്പോൾ കഴിയുന്നതും നിങ്ങൾ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ കറക്റ്റ് രീതിയിലുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അത് തന്നെ ഇപ്പോൾ സപ്പോസ് ഡോക്ടർ നിങ്ങൾക്ക് മിനോക്സിഡിൽ തന്നു എന്ന് വിചാരിക്കുക. മിനോക്സിഡിൽ തരുമ്പോൾ നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഹെയർ ഫോളിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് കാണിക്കുകയാണ്. അതായത് മുടി കൊഴിച്ചിൽ ഇപ്പം ഇങ്ങനെ കഷണ്ടി ഒന്നും ആവാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മിനോക്സിഡിൽ തേക്കുന്നതിന് പകരം ജസ്റ്റ് മിനോക്സിഡിൽ നിങ്ങൾ വളരെ കഷണ്ടി ഒന്നും ആവാത്ത ആളാണെങ്കിൽ, മുടി കൊഴിച്ചിൽ മാത്രമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, നിങ്ങൾ ആദ്യം വളരെ കുറച്ച് മിനോക്സിഡിൽ എടുക്കുക. അത് നിങ്ങൾ എവിടെയാണോ ഉള്ളു കാണുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് കൊഴിച്ചിൽ ഉള്ള ഭാഗത്ത് കുറച്ച് 0.5 പാദം എടുത്തിട്ട് ഇറ്റിക്ക് ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്യുക. ഇങ്ങനെയല്ല, ഇങ്ങനെ റബ്ബ് ചെയ്യുക. എന്നിട്ട് 3 to 4 days കഴിഞ്ഞിട്ട് അടുത്ത കുറച്ചെടുക്കുക, റബ്ബ് ചെയ്യുക. അങ്ങനെ ഒരു 4 to 5 times ഇതേപോലെ 4 days ഗ്യാപ്പിൽ മിനോക്സിഡിൽ ആണ് തന്നതെങ്കിലേ, ഞാൻ പറയണത് മിനോക്സിഡിലാണ് നിങ്ങളുടെ ഡോക്ടർ തന്നതെങ്കിലുള്ള കാര്യമാണ്, റബ്ബ് ചെയ്ത് നോക്കുക. അതും 5 times ഇതേപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊഴിച്ചിൽ നിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് മെല്ലെ അതിൻ്റെ ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ഉള്ളത് 5 days എന്നുള്ളത് വേണമെങ്കിൽ കുറച്ചും കൂടി കുറച്ചിട്ട് 3 days ഗ്യാപ്പിൽ മിനോക്സിഡിൽ റബ്ബ് ചെയ്ത് മുന്നോട്ട് പോവുമായിരിക്കും നല്ലത്. ഡോക്ടർ പറഞ്ഞ പോലെ മുന്നോട്ട് പോവുമായിരിക്കും നല്ലത്. അതല്ല എങ്കിൽ ചിലപ്പോൾ ഈ 5 time നിങ്ങൾ ഇതേപോലെ ചെയ്യുമ്പോൾ തന്നെ, അതായത് ഒരു തവണ യൂസ് ചെയ്തു മിനോക്സിഡിൽ, അതും കഴിയുന്നത് ഒരു കാര്യം കൂടി, കഴിയുന്നത് നിങ്ങൾ 5% യൂസ് ചെയ്യാതെ 2%ഓ 3%ഓ മിനോക്സിഡിൽ യൂസ് ചെയ്യായിരിക്കും നല്ലത്. അത് ഇതേപോലെ ഒരു ഗ്യാപ്പ് കൊടുത്ത് ഇങ്ങനെ യൂസ് ചെയ്യുക. എന്നിട്ട് ഒരു 5 തവണ അതേപോലെ തേച്ചിട്ടും 5 തവണ എന്ന് പറയുമ്പോൾ 5 ദിവസമല്ല കേട്ടോ, 5 തവണ 4 ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് 5 തവണ എന്ന് പറയുമ്പോൾ ഏകദേശം 20 ദിവസം, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ 4 തവണയൊക്കെ നിങ്ങൾ തേക്കേണ്ട ആവശ്യമുള്ളൂ. കഷണ്ടി ആവാത്ത ഒരാളെ കാര്യമാണ് പറയണേ, കഷണ്ടി ആവാത്ത ആൾ. അങ്ങനെയായിട്ട് നിങ്ങളെ മുടി കൊഴിച്ചിൽ നിൽക്കുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഭാവി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അതായത് നമ്മളെ മിനോക്സിഡിൽ ഇടയ്ക്കിടയ്ക്ക് തേക്കേണ്ട കേസും അല്ലെങ്കിൽ അല്ലാത്ത ഫെർദർ ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് നമ്മളെ ട്രീറ്റ്മെൻറ്റ് SCT എടുക്കാൻ വരേണ്ട കേസോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അതല്ല വേണ്ട ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു അബദ്ധമാണ് ആദ്യം തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ പോകുന്നത്. കാരണം നമുക്ക് സ്റ്റെം സെൽസ് ആക്ടിവേഷൻ വഴി ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് പോണേന് ഒരു അർത്ഥമുണ്ട്. അതല്ല ആദ്യം തന്നെ അതിന് പോകേണ്ട കാര്യമില്ല ട്രാൻസ്പ്ലാന്റേഷന്. കാരണം നിങ്ങൾ കഷണ്ടി ആയി തുടങ്ങണേ ഉള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനത്തെ കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം ചിന്തിച്ചാൽ മതി. സാധാരണഗതിയിൽ നിങ്ങൾ ആ കഷണ്ടി ആയി തുടങ്ങുന്ന ആളുകൾക്കൊക്കെ മിനോക്സിഡിൽ പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പോളി ഹെയർ എ കഴിച്ചാൽ തന്നെ കുറയാറുണ്ട്. അപ്പം തന്നെ ആ മുടി കൊഴിച്ചിൽ അവിടെ നിൽക്കും.
പിന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് ഗുളിക പിന്നെ കണ്ടിന്യൂ ഒന്നും ചെയ്യേണ്ട, സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഇങ്ങനെ നോർമൽ ലൈഫ് കൊണ്ടുപോവുക. കഴിയുന്നതും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഈ നോൺ വെജ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നതും മെറ്റബോളിസം കൂട്ടുന്ന ഭക്ഷണങ്ങൾ കഴിയുന്നതും നൈറ്റ് ഒഴിവാക്കുക. ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുടി ഒഴിച്ചിലൊക്കെ കൺട്രോളായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അതല്ലാതെ നിങ്ങൾ വെറുതെ പാനിക്കായിട്ട് ഓരോ യൂട്യൂബിൻ്റെ ഇത് കണ്ടിട്ട് അത് തേക്കാൻ പറയും ചില ആളുകൾ, ഇത് തേക്കാൻ പറയും, അത് തേക്കുക ഇത് തേക്കുക ഒക്കെ കൂടി തേച്ചിട്ട് അവസാനം നിങ്ങളുടെ ആ പ്രോബബിലിറ്റി നിങ്ങളായിട്ട് കൂട്ടണ്ട. താങ്ക് യു.